ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് സേമിയ പായസം നമ്മൾ എപ്പോഴും ചെയ്യുന്നതായിരിക്കും, പക്ഷെങ്കിൽ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള കാരമലൈസ് ചെയ്തിട്ടുള്ള ഒരു സേമിയ പായസമാണ്. അപ്പോൾ കാരമലൈസ്ഡ് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഒരു നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്ക് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാരമലൈസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എന്താണ്, ഇതിലേക്ക് കുറച്ച് വെള്ളം, കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് പോരാ, കുറച്ചുകൂടി ഒന്ന് കളറ് ജസ്റ്റ് മാറി വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ എന്താണ് ഒരു സൗണ്ടൊക്കെ വരും, അപ്പോൾ പേടിക്കണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പാല് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ആ കാരമലൈസ് ചെയ്ത ആ ഒരു ടേസ്റ്റൊക്കെ പാലിൻ്റെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു 1/4 കപ്പ്, ഞാനിപ്പോൾ 1 ലിറ്ററിന് 1/4 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടുള്ള സേമിയ കേട്ടോ. ഫ്രൈ ചെയ്യാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങ് എടുത്താൽ മതി. അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചവ്വരി വെള്ളത്തിൽ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് വേവിച്ചിട്ടൊന്നുമില്ല, കുതിർത്ത് വെച്ചിട്ടേ ഉള്ളൂ. അത് 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം. 2 സേമിയയും ചവ്വരിയും നന്നായിട്ട് വെന്ത് വരണം. ഇതപ്പോൾ നോക്ക്, ഇത് രണ്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്തതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കൂടുതൽ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പായസം റെഡിയായി. ഇത് അവസാനമായിട്ട് ഞാനൊരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പായസം റെഡിയായി. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുന്തിരി, നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം. ഇത് റൈസിൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഫ്രൈ ചെയ്തിട്ട് നമ്മളെ പായസത്തിലേക്ക് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ പായസത്തിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതൊക്കെ പായസത്തിൻ്റെ കളറൊക്കെ നോക്ക്, എന്താ നല്ലൊരു കളർ കിട്ടുന്നില്ല, ഒരു വെറൈറ്റി കളറല്ലേ. അപ്പോൾ നമ്മളെ പായസം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കാരമലൈസ് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തരാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.